എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് സ്റ്റോക്കിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. അത് വരും ദിവസങ്ങളിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉള്ള രണ്ട് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ ലെവൽസ് എല്ലാതും മനസ്സിലാക്കുക. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക, ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ വീഡിയോയിലും പറയുകയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ചാർട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ഗബ്രിയേൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 534 രൂപയാണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ കാണാം 534. നമുക്ക് അതുകൂടാതെ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, കൃത്യമായ ഒരു 520ൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണിത്. നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ആ റേഞ്ച് എന്താണ് കണ്ടോ, ഈ റേഞ്ചാണ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. കൃത്യമായ റെസിസ്റ്റൻസ് ബ്രേക്ക്. അത്യാവശ്യം 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല വോളിയം ജനറേഷൻ ഉണ്ട്. വലിയ വോളിയം ഇല്ലെങ്കിലും അത്യാവശ്യം ഈ വോളിയം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വോളിയവും ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഒരു അപ്സൈഡിൽ ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ ചാൻസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇതിൽ പരിഗണിക്കേണ്ടതാണ്. ഇതൊരു റേഞ്ചിന് മുകളിലേക്ക് ഇത്ര നാൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു റേഞ്ചിനുള്ളിലാണ് ട്രേഡ്. കണ്ട, ഇതാണ് ഈ റേഞ്ച്. ഈ റേഞ്ചിനുള്ളിലാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരുന്ന ഒരു ഷെയർ ആയിരുന്നു. അതിനുശേഷമാണ് ഇതൊരു അപ്സൈഡ് മൊമെൻ്റ് കാണിക്കുന്നത്. നമുക്കപ്പോൾ അത്രയും റേഞ്ചിലേക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ട കാര്യമില്ല. കാരണം ആ റേഞ്ചിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ഏകദേശം 460 ആയിരിക്കും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വലിയ വൈഡ് റേഞ്ച് സ്റ്റോപ്പ് ലോസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഇതിലിട്ട് കൊടുത്താൽ മതിയാവും. ചെറിയ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിലാണ് നമ്മൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. അതായത് 480 റേഞ്ച് ഉണ്ടാകും. ഇതിന് താഴേക്ക് ഇത് ഒരു ഇൻട്രാഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത് വിറ്റുമാറുന്ന ആ റേഞ്ചിൽ വേണം സ്റ്റോപ്പ് ലോസ്. അത് 480. അവിടെയാണ് നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് ഇവിടെ കാണുന്നുണ്ട്. കണ്ട, ഒരു സപ്പോർട്ട് കാണില്ല. നമുക്ക് മേജർ ഒരു സപ്പോർട്ട് കാണുന്നത് 460 അതായത് ആ റേഞ്ച് എന്ന് പറയുന്നതിൻ്റെ താഴെ. കണ്ട, ഈ റേഞ്ച് ഇതിൽ താഴെ സമീപകാലത്ത് വന്നിട്ടില്ല. അപ്പോൾ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 460. പക്ഷെ അതാകുമ്പോൾ വലിയ സ്റ്റോപ്പ് ലോസ് ആയിട്ട് മാറും. അതുകൊണ്ട് ഈ 480ലും തൽക്കാലം നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് പരിഗണിച്ചുകൊണ്ട് ഇതിലൊരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ്. ഒരു നല്ല രീതിയിലുള്ള അപ്സൈഡ് മൊമെൻറ്റം ഇതിലേക്ക് വരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂയിലും കൂടി ഒന്ന് പോയി നോക്കാം. വീക്കിലി ചാർട്ട് വ്യൂ എന്താണ് കാണാൻ. വീക്കിലി എടുത്താലും നമുക്ക് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് പോയിൻ്റാണ് ഇത്. അതായത് 504ൻ്റെ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. കണ്ടോ, 504ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത്. കണ്ടോ, ഇവിടെ എത്രയോ പ്രാവശ്യം അങ്ങനെ വലിയ ലോങ് ലെഗ്ഡ് അപ്സൈഡ് ലെഗ് വന്നു. അതൊന്ന് കയറാനായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ ലാസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലോസിങ് നടന്നിട്ടുള്ളത്. ഉണ്ടാവും ഇവിടെയും ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ജയന്ത് അഗ്രോ ഓർഗാനിക് ലിമിറ്റഡ്. ജയന്ത് അഗ്രോ ഓർഗാനിക് ലിമിറ്റഡ് നമ്മൾ വാച്ച് ചെയ്യുക. ഇപ്പോൾ ഒരിക്കലും ബൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം കൃത്യമായ സ്റ്റോപ്പ് ലോസ് കൃത്യമായ ആ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്ന് നിൽക്കുകയാണ്. കേട്ടോ, ഇവിടെയാണ് ആ റെസിസ്റ്റൻസ് സോൺ ഓഫ് റെസിസ്റ്റൻസ്. അവിടെയാണ് വന്ന് നിൽക്കുക. ഇതിന് മുകളിൽ ക്ലോസിങ് വന്നാൽ മാത്രമേ നമുക്ക് ഒരു ബൈ എൻട്രി ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ മിക്കവാറും ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് സംഭവിക്കും. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ക്യാൻഡിലാണ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ അത്യാവശ്യം വോളിയം ഉണ്ട്. നമ്മൾ ഇവിടെ നോക്കി വോളിയം കുറവാണ്, അത്യാവശ്യം വോളിയം. അപ്പോൾ ഇത് മിക്കവാറും റെസിസ്റ്റൻസ് അങ്ങനെ റെസിസ്റ്റൻസ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ സ്റ്റോക്കിനെ അപേക്ഷിച്ച് ഇതിൽ റിസ്ക് ഫാക്ടർ കൂടുതൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഏകദേശം 270 നിന്നാണ് ഈ സ്റ്റോക്ക് 338 വരെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത്രയും നോൺ സ്റ്റോപ്പായിട്ട് കയറി നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അത്രയും റിസ്ക് ഫാക്ടർ ഇതിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 68
രൂപയുടെ കയറി നിൽക്കുക, നോൺ സ്റ്റോപ്പായിട്ട് കയറി നിൽക്കുക. അപ്പോൾ ഏകദേശം 68 രൂപ ആകുമ്പോൾ ഏകദേശം 20% മുകളിൽ കയറി നിൽക്കുന്ന സ്റ്റോക്കാണിത്, നോൺ സ്റ്റോപ്പ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് രീതിയിലാണ് നമുക്കിതിൽ സമീപിക്കാൻ പറ്റിയ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് നമ്മൾ ഇതിൽ വാച്ച് ലിസ്റ്റ് ചെയ്യണം. ഇത്രയും കയറി നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കാം. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാലും വീണ്ടും ഇതിന് മൂവ്മെൻറ്റ്, മുകളിലേക്കുള്ള മൂവ്മെൻറ്റിന് ശക്തി കുറഞ്ഞു വരും, കാരണം ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക, കുറച്ചും കൂടി കുറച്ച് ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റം കാണിച്ചിട്ട് വീണ്ടും ഒരു പുൾ ബാക്കിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത്രയും റിസ്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇപ്പോൾ കറണ്ട് റേറ്റിൽ വരുന്ന ഇതിൻ്റെ ഒരു സപ്പോർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഈ റേഞ്ചാണ്. കണ്ട ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ആണ് ഇവിടെ കയറിയിട്ടുള്ളത്, ഈ ക്യാൻഡിൽ കയറി. അതുകൂടാതെ ഈ വലിയ റെഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ്, അപ്പോൾ അവിടെ ആയിരിക്കും മിക്കവാറും ഇതിൻ്റെ ഏകദേശം ഒരു സപ്പോർട്ട് പോയിന്റ്, അതായത് ഒരു 310 ആ റേഞ്ച്. നമുക്ക് ഇതിൽ രണ്ട് രീതിയിൽ ട്രേഡ് ചെയ്യാം. ഇപ്പം ബ്രേക്കൗട്ട് നടക്കുമ്പോൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഫാക്ടർ കൂടുതൽ, കാരണം ഇത്രയും കയറുന്നത്. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിനുള്ളിൽ അടുത്ത ദിവസങ്ങളിൽ കയറാൻ പറ്റാതെ ഇതിനുള്ളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. അങ്ങനെ ബൈ എൻട്രി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 310 ഒരു SL എടുക്കാം. അതല്ല, ചെറിയൊരു ക്യാൻഡിലോടുകൂടി ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോഴും നമുക്കൊരു ബൈ എൻട്രി എടുത്താലും ഈ റേറ്റാണ് നമ്മൾ SL വെക്കേണ്ട ആ റേറ്റ്. പക്ഷേ ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു റീടെസ്റ്റും പുൾ ബാക്കും ഇതിൽ പ്രതീക്ഷിക്കണം എന്തായാലും. അത് ചിലപ്പോൾ 310 വരെ എത്താം ആ പുൾ ബാക്ക്, അല്ലെങ്കിൽ ഈ റേഞ്ചിൽ വരെ എത്താം. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വലുത് വന്നാൽ, അപ്പോൾ അങ്ങനെയുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് ഇതിലുള്ളത്. അപ്പോൾ കണ്ടറിഞ്ഞിട്ട് നമുക്ക് യോജിച്ച ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൽ. അപ്പോൾ ഇതാണ് ഈ രണ്ട് സ്റ്റോക്കിനെ കുറിച്ച് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൊണ്ട് കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.